അനവരതം സ്തുതികൾ ഉയരും നിമിഷമിതാ, കൃപയൊഴുകും സമയമിതാ, ഇതാ ഇതാ. അനവരതം സ്തുതികൾ ഉയരും നിമിഷമിതാ, ഭൂമിയിലെ സ്വർഗം ഇത് നന്ദിയുടെ നിമിഷം. ഭൂമിയിലെ സ്വർഗം ഇത് നന്ദിയുടെ നിമിഷം. അഖിലാണ്ടങ്ങളും ഒരുപോൽ കുമ്പിടുമീ സ്വർഗീയ തലം. കർത്താവിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കുമായി ഈ ബലിയിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നടത്തിയ വഴികളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തമ്പുരാനെ നമുക്ക് ഈ ബലിയിലൂടെ ആരാധിക്കാം. കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിലും സ്നേഹത്തിലൊക്കെ നമ്മുടെ ജീവിതം, നമ്മുടെ ആശങ്കകൾ, നമ്മുടെ ആകുലതകൾ, ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. അതോടൊപ്പം നമ്മോട് പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവരെ, കുടുംബങ്ങളെ തമ്പുരാൻ്റെ കാരുണ്യത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാത്യു കുര്യൻ ഇൻ്റർവ്യൂ വിജയം, ജോലി തടസ്സം നീങ്ങാൻ. ലില്ലിക്കുട്ടി ജോൺ പ്രമോദ് രോഗസൗഖ്യത്തിന്. സലോമി ശുദ്ധീകരണാത്മാക്കൾക്ക്. നീന ജോപ്പൻ സകല മരിച്ചവർക്ക്. ഡോക്ടർ ജെയിംസ് പോൾ, മേരി, ഫാദർ ജേക്കബ് താന്നിയിൽ, മത്തായി, കുട്ടി മ്ലാവിൽ, അന്തിക്കാട് റോസി, പി സി തോമസ്, സിസി മാത്യു. ഇവിടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളും കുടുംബമായി നമ്മൾ നേരിടുന്ന എല്ലാ അസ്വസ്ഥതകളെയും അൽത്താരയിൽ സമർപ്പിച്ച് ഭക്തിപൂർവ്വം ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സഹോദരരെ, ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു.
അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടേ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഉദ്ധിതനായ കർത്താവിൻ്റെ മഹിമയ്ക്കായി ഞങ്ങൾ അനുഷ്ഠിക്കുന്ന സന്തോഷത്തിൻ്റെ ഈ ദിനങ്ങൾ ഭക്തി തീഷ്ണതയോടെ ആഘോഷിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അതിൻ്റെ സ്മരണയാൽ ഞങ്ങൾ ആചരിക്കുന്നത് പ്രവൃത്തിയിലും എപ്പോഴും നിലനിർത്തുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പ്രിയപുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പീലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. പീലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏകമനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷം ഉണ്ടായി. സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരുടെ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ എത്ര ഭീതിജനകം. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു. അവർ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. അങ്ങയുടെ നാമത്തിന് സ്തോത്രമാലപിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വന്നു കാണുവിൻ. മനുഷ്യരുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഭീതിജനകമാണ്. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുന്ന് സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി. അവർ അതിലൂടെ നടന്നു നീങ്ങി. അവിടെ നമ്മൾ ദൈവത്തിൽ സന്തോഷിച്ചു. അവിടുന്ന് തൻ്റെ ശക്തിയിൽ എന്നേക്കും വാഴും. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. ദൈവഭക്തരെ വന്നു കേൾക്കുവിൻ. അവിടുന്ന് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ വിവരിക്കാം. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല. അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്നും എടുത്തു കളഞ്ഞില്ല. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ.
ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. രണ്ടാം വായന. വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. പ്രിയ സഹോദരരെ, ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടെ ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സുവിശേഷ പ്രഘോഷണത്തിനായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, 15 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിലായിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട 3 വായനകൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നാം പുലർത്തേണ്ട, ഏറ്റുപറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒരു വാക്യം പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന തൂണുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യ വായന ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പീലിപ്പോസ് തൻ്റെ വിശ്വാസം ഏറ്റുപറയുകയാണ്. പീലിപ്പോസ് വിശ്വാസം ഏറ്റുപറയുന്ന ആ ഒരു സിറ്റുവേഷൻ
അവിടെ സമരിയായിലേക്ക് ജെറുസലേമിൽ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ ഫിലിപ്പോസ് സമരിയായിലേക്ക് പോവുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ 1-ാം അധ്യായം 8-ാമത്തെ വചനം നാം വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജെറുസലേമിൽ പീഡനങ്ങളുണ്ടാവും. അപ്പോൾ അതുവരെ ജെറുസലേമിലായിരുന്നു സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത്, അവിടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജെറുസലേമിൽ പീഡനങ്ങളുണ്ടായപ്പോൾ ഇവർ സമരിയായിലേക്കും യൂദയായിലേക്കും ലോകത്തിൻ്റെ അതിർത്തികളിലേക്കും സുവിശേഷമായിട്ട് വ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ പീഡനങ്ങളുടെ നടുവിലും ഫിലിപ്പോസ് തൻ്റെ വിശ്വാസം സമരിയായിൽ ഏറ്റുപറയുന്നതാണ് ഇന്നത്തെ ആദ്യ വായന നമ്മൾ കാണുക. ഇനി ഈ വിശ്വാസം പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിലും ഒരുവൻ ഏറ്റുപറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലൂടെ അവിടെ അത്ഭുതങ്ങൾ നടന്നു, രോഗസൗഖ്യങ്ങൾ നടന്ന്, അശുദ്ധാത്മാക്കൾ വിട്ടുപോയി, സന്തോഷം നിറഞ്ഞു. ഒരുവൻ്റെ ജീവിതത്തിൽ ഭയം മാറി സന്തോഷം നിറയുന്നപ്പോഴാണ് അവൻ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്. നമ്മൾ അനുദിന ജീവിതത്തിൽ ഈ വിശ്വാസം ഏറ്റുപറയേണ്ട അനുഭവങ്ങൾ, അതായത് പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ, അസ്വസ്ഥതകളുടെ നടുവിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നിടത്താണ് ആ പ്രതിസന്ധിയെ സന്തോഷത്തോടെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ മനസ്സ് തളർന്ന് അസ്വസ്ഥപ്പെട്ട് നിരാശപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ജീവിതം വഴുതി മാറും. ഒരുവന് വിശ്വാസം ഉറപ്പിക്കപ്പെട്ടതാണെങ്കിൽ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴും ഈ വിശ്വാസി മുന്നോട്ട് തന്നെ പോകും. ഒരു ജെറുസലേമിൽ വചനം പറയാൻ പറ്റിയില്ല, ഇപ്പം എന്ത് ചെയ്തു? സമരിയായിലേക്ക് പോയി. വിശ്വാസം ഏറ്റുപറയാനുള്ള സാധ്യതകൾ കർത്താവ് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ വിശ്വാസം ഏറ്റുപറയുന്നിടത്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ, അനുദിന ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങളുടെയൊക്കെ നടുവിലും ഒരു വിശ്വാസി, യഥാർത്ഥ വിശ്വാസി, വചനം പറയുന്ന പ്രവൃത്തികളിലാണ് ആ വിശ്വാസം നിൽക്കുന്നത്. യഥാർത്ഥ വിശ്വാസി അവൻ ആ പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകുകയും ആ അനുഭവത്തിൽ അവൻ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും. വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് അത്ഭുതങ്ങളുള്ളൂ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതം കാണാൻ തുടങ്ങും, സൗഖ്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നമ്മൾക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത പരിശുദ്ധാത്മാവ് തരുന്ന ഒരാനന്ദം പ്രതിസന്ധികളിലും വേദനകളിലും പ്രയാസങ്ങളിലൊക്കെ ഒരു ഉള്ളിൽ നിറയും. ഇത് ഈ വിശ്വാസം ഉറപ്പിക്കപ്പെടുമ്പോഴാണ്. ഇനി 2-ാമത്തെ വായനയിൽ പത്രോസ്ലീഹ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ പ്രത്യാശ നിങ്ങൾ ഉറപ്പിക്കണം. ഈ പ്രത്യാശ നിങ്ങൾ ഏറ്റുപറയണം. എന്താണ് നമ്മുടെ പ്രത്യാശ? യേശുവായിരിക്കുന്നിടത്ത് നാമും ഒരിക്കൽ മരിച്ച് അവനോടുകൂടെ ഒരു നാൾ ആയിരിക്കും. അവനായിരിക്കുന്നത് പോലെ നാമും അവനെ കണ്ടുമുട്ടും എന്നതാണ് നമ്മുടെ പ്രത്യാശ. മറ്റൊരു വാക്യം പറഞ്ഞാൽ നിത്യജീവനിലാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമ്മൾ തീഷ്ണതയുള്ളവരായിരിക്കണം. ഇനി പ്രത്യാശ ഏറ്റുപറഞ്ഞാലുള്ള ഗുണം എന്നാ? നിരന്തരമായി നമുക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥതകൾ, കഷ്ടപ്പാടുകൾ, ഈ ദുരിതങ്ങളിലൊക്കെ പ്രത്യാശ ഉള്ളിലുള്ളവൻ സമാധാനം നഷ്ടപ്പെട്ടു പോകാതെ മുന്നോട്ട് പോകാൻ പറ്റും. വിശ്വാസം ഏറ്റുപറയുമ്പോൾ നമുക്കൊരു ധൈര്യവും സന്തോഷവും കിട്ടുമെങ്കിൽ പ്രത്യാശ ഏറ്റുപറയുന്നവന് സമാധാനമുണ്ട്. ഉണ്ടാണല്ലോ, വരാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് തുലനം ചെയ്യുമ്പോൾ ഇന്നിൻ്റെ വേദനകൾ എത്രയോ നിസ്സാരമാണെന്ന് പൗലോസ്ലീഹ പറയുന്നത്. ഇന്ന് വേദനകളില്ലാഞ്ഞിട്ടല്ല, ഇന്ന് പ്രയാസങ്ങളില്ലാഞ്ഞിട്ടല്ല, സങ്കടങ്ങളില്ലാഞ്ഞിട്ടല്ല, കഷ്ടപ്പാടുകളില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഇതിൻ്റെ നടുവിലും അവൻ്റെ പ്രത്യാശ ഏറ്റുപറയുന്നു. എന്താണ്? ഈ ലോക ജീവിതത്തിന് ശേഷം എനിക്കൊരു ജീവിതമുണ്ട്, നിത്യമായി അവനോടൊപ്പം വസിക്കുന്നൊരു ജീവിതമുണ്ട്. ഈ ഭൂമിയിൽ 50, 60, 70 വർഷം മാക്സിമം ജീവിക്കും. അത് കഴിഞ്ഞ് നിത്യമായി ഞാൻ ജീവിക്കേണ്ട ഒരു വസതിയുണ്ട്. ആ നിത്യതയിലുള്ള വിശ്വാസം, ആ പ്രത്യാശ ഒരുവൻ ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ ഈ ഭൂമിയിലെ സഹനങ്ങൾ നിസ്സാരമായിട്ട് മാറും. പ്രശ്നങ്ങൾ മാറുന്നില്ല, സഹനങ്ങൾ ഇല്ലാതാകുന്നില്ല, പ്രതികൂല അനുഭവങ്ങൾ ഇല്ലാതാകുന്നില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നന്മ ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാളും നല്ലത്. അപ്പോൾ ദൈവഹിതം പൂർത്തിയാക്കാൻ പറ്റണമെങ്കിൽ പ്രത്യാശ ഒരുവനിലുണ്ടാകണം. ആ പ്രത്യാശ നിറഞ്ഞാലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ, പ്രത്യാശ ഉണ്ടെങ്കിലേ എളിമപ്പെടാൻ പറ്റുള്ളൂ, പ്രത്യാശ ഉള്ളവനെ വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? അവൻ പ്രത്യാശയുള്ള ദൈവഹിതം അനുസരിച്ചാണ് ജീവിതത്തെ ക്രമീകരിക്കുന്നത്.
കാരണം ഈ പ്രത്യാശയോടുകൂടി ഒരുവൻ ജീവിക്കുന്ന, അവന് കർത്താവിനെ കണ്ടുമുട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ അതാണ് അവൻ്റെ പ്രത്യാശ. ഈ ലോക ജീവിതത്തിന് ശേഷം ഞാൻ എൻ്റെ കർത്താവിനെ ദർശിക്കും, അവനെ കണ്ടുമുട്ടും. ഈ പ്രത്യാശയുള്ളവൻ, യോഹന്നാൻ ശ്ലീഹ 3-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ പറയാണ്, ഈ പ്രത്യാശയുള്ളവൻ ഒരിക്കൽ അവനായിരിക്കുന്നത് പോലെ അവനെ കണ്ടുമുട്ടും എന്ന പ്രത്യാശയുള്ളവൻ അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരുവൻ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? അവനെ കണ്ടുമുട്ടും എന്ന പ്രത്യാശയുള്ളതുകൊണ്ട്. കാരണം വചനം കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല, ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റില്ല. അപ്പോൾ വിശുദ്ധ ജീവിതം ദൈവത്തെ ദർശിക്കുന്നതിന് നിർബന്ധമായൊരു കാര്യമാണ്. അപ്പോൾ ദൈവത്തെ ദർശിക്കുമെന്ന പ്രത്യാശയുള്ളവൻ, ദൈവത്തെ കാണണമെന്ന് പ്രത്യാശയുള്ളവൻ, അവനോടൊത്ത് എക്കാലവും നിത്യതയിൽ വസിക്കണമെന്ന് ആഗ്രഹമുള്ളവൻ ഈ ഭൂമിയിൽ ഈ പ്രത്യാശയോടെ ജീവിക്കുന്നവൻ തന്നെ വിശുദ്ധനാക്കാൻ പരിശ്രമിക്കും. കാരണം വിശുദ്ധി ഇല്ലെങ്കിൽ ഈ ദർശനം സാധ്യമല്ല, വിശുദ്ധി ഇല്ലെങ്കിൽ ഈ നിത്യജീവിതം അസാധ്യമാണ്. അപ്പോൾ പ്രത്യാശ ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ ഒരുവനിൽ സമാധാനം, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സമാധാനമാണ്. വിശ്വാസം ഏറ്റുപറയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത് പോലെ, സന്തോഷം നിറയുന്നത് പോലെ, ധൈര്യം ഉണ്ടാകുന്നത് പോലെ, ഒരുവൻ പ്രത്യാശ ഏറ്റുപറയുമ്പോൾ കഷ്ടതയിലും വേദനകളിലും ഒരുവന് ഉള്ളിൽ ആന്തരിക മനുഷ്യന് സമാധാനമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പ്രത്യാശ ഉള്ളവർ ചില സഹനങ്ങളുടെയൊക്കെ വേളകളിൽ നമ്മൾ ഓരോ രോഗികളെയൊക്കെ കാണാൻ പോകുമ്പോൾ മരണത്തോട് ഇങ്ങനെ അടുക്കുന്ന നിമിഷങ്ങളിൽ പോലും ഇവർക്ക് ഭയങ്കര സമാധാനം, പീസ് ഓഫ് മൈൻഡാണ്. അതായത് മരണം നിഴൽ വിരിച്ച അനുഭവങ്ങളിലും വളരെ ശാന്തതയോടെ, വളരെ സമാധാനത്തോടെയാണ് ഈ അനുഭവങ്ങളെ നോക്കിക്കാണുന്നത്. നമുക്ക് ചെറിയൊരു അസ്വസ്ഥ ഉണ്ടായാൽ മനസ്സ് ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് പിന്നെ ഉറക്കവുമില്ല, അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എന്തെല്ലാം വെപ്രോളാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത്. ചെറിയൊരു അസ്വസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നങ്ങളുടെ നടുവിലും മാരക രോഗത്തിൻ്റെ നടുവിലും മരണം ഇങ്ങനെ മുന്നിൽ കാണുന്ന അനുഭവങ്ങളിലും വളരെ ശാന്തമായിട്ട് സമാധാനത്തോടെ അതിനെ പുലുകാൻ പറ്റുന്നതിന് കാരണം പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. എല്ലാം ഇവിടെ അവസാനിക്കുന്നില്ല, എല്ലാം ഇവിടെ തീരാൻ പോകുന്നതല്ല. നിത്യതയിലൊരു പ്രത്യാശയുള്ളവൻ അതിനെ അതിജീവിക്കുകയാണ്. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വളരെ സുന്ദരമായ സുവിശേഷ ഭാഗമാണ്. ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഈശോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്നോടുള്ള, ദൈവത്തോടുള്ള സ്നേഹം ഏറ്റുപറയണം. അപ്പോൾ ആദ്യത്തെ വായനയിൽ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചൽ, രണ്ടാമത്തെ വായനയിൽ പ്രത്യാശയുടെ ഏറ്റുപറച്ചൽ, മൂന്നാമത്തെ ഇത് നിങ്ങൾ സ്നേഹം ഏറ്റുപറയണമെന്ന് പറയാം. അപ്പോൾ എന്താ ഗുണം? എന്താ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. കൽപ്പനകൾ പാലിച്ചുകൊണ്ടാണ് ദൈവത്തോടുള്ള സ്നേഹം ഏറ്റുപറയേണ്ടത്. അപ്പോൾ ഈ ഭൂമിയിൽ നാം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നവരായിട്ട് മാറും. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളിലൂടെ അത് പാലിക്കുന്നതിലൂടെ നാം ദൈവത്തെ ഏറ്റുപറയുന്നവരായിട്ട് മാറും. അതിൻ്റെ റിസൾട്ട് എന്താണ്? ആ ഏറ്റുപറച്ചിലിൽ ദൈവം തന്നെ ഒരുവന് വെളിപ്പെടുത്താൻ തുടങ്ങും. അതായത് ദൈവിക രഹസ്യങ്ങൾ ഒരുവന് വെളിപാടായിട്ട് കിട്ടുന്നത് സ്നേഹത്തിൽ ഉറപ്പിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്. ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, മനുഷ്യൻ്റെ കഴിവ് കൊണ്ടും പരിശ്രമം കൊണ്ടും നേടിയെടുക്കാൻ പറ്റാത്ത ദൈവിക രഹസ്യങ്ങളും ദൈവിക വെളിപാടുകളും ഒരുവന് കിട്ടുന്നപ്പോഴാണെന്നറിയാമോ? അവൻ തൻ്റെ സ്നേഹം, യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തെ ഏറ്റുപറയാൻ, ജീവിതം കൊണ്ട് ഏറ്റുപറയാൻ തയ്യാറാകുമ്പോഴാണ്. അതുകൊണ്ടാണ് 1 കൊരിന്തോസിൻ്റെ 2-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നൊരു കാര്യമുണ്ട്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നവ, സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഇന്നോളം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിക്കും കഴിവിനും പരിശ്രമത്തിനും ഒക്കെ ഉപരിയായി നിൽക്കുന്ന ദൈവീക രഹസ്യങ്ങൾ, ആത്മീയ ലോകത്തിൻ്റെ രഹസ്യങ്ങൾ ഒരുവൻ്റെ ആത്മാവിലേക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത് ഈ സ്നേഹം ഉറപ്പിക്കപ്പെടുന്നിടത്താണ്. ഈശോയുടെ സ്നേഹം ഉണ്ടാകുമ്പോൾ അവന് ദൈവിക വെളിപാടുകൾ ഉണ്ടാകും. അവന് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. ആത്മാവിൽ ദൈവിക ഇടപെടലുകൾ നിരന്തരമായിട്ട് അനുഭവിക്കാൻ പറ്റും. അതൊക്കെ ഈശോയോടുള്ള സ്നേഹത്തിൽ നിറയുമ്പോഴാണ്. ആ സ്നേഹമില്ലാത്തവന് എത്ര വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താലും എത്ര ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്താലും വന്നതുപോലെ തന്നെ ഒരാത്മാവിൽ ഒരു അനുഭവം ഇല്ലാതെ തിരിച്ചു പോകും. കാരണം എന്താ? അവൻ്റെ ആത്മാവിൽ മരവിപ്പാണ് അനുഭവപ്പെടുന്നത്, സ്നേഹമില്ല. അപ്പോൾ ഈ സ്നേഹത്തിലായിരിക്കുന്നവനാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ബന്ധങ്ങളിലാണെങ്കിലും യഥാർത്ഥമായ സ്നേഹത്തിലായിരിക്കുന്ന ബന്ധങ്ങളിലാണ് സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത്.
നമുക്കൊരിക്കലും കണ്ടിട്ടില്ലാത്ത, സ്നേഹിച്ചിട്ടില്ലാത്ത ഒരാളുമായിട്ട് നമുക്ക് അവരുടെ ഒരു അനുഭവങ്ങൾ പങ്കുവയ്ക്കാനില്ല, പറയാനില്ല. പക്ഷേ യഥാർത്ഥ സ്നേഹബന്ധത്തിലായിരിക്കുന്നവർക്ക് സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ പലതും പറയാനും പങ്കുവയ്ക്കാനുണ്ട്. അപ്പം എന്ന് പറയുന്ന പോലെ ഈശോയുടെ സ്നേഹബന്ധത്തിലേക്ക് പത്രോസിന് പറഞ്ഞു, നിങ്ങളെ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി പൂജിക്കുവിൻ ഈശോയെ. അപ്പം ആ ഹൃദയത്തിൽ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന, ഈശോയെ എല്ലാറ്റിനുപരി സ്നേഹിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് ദൈവീക വെളിപാടുകൾ ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ റിസൾട്ട്. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപാടുകളായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നത്, നിത്യസ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നതും, കുരിശുമരണത്തിലൂടെ പിതാവായ ദൈവം നമ്മുടെ അനുദിന ജീവിതത്തിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ നിത്യമായ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഒരാത്മാവ് സ്വന്തമാക്കുന്നത് സ്നേഹത്തിൽ ഉറപ്പിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്. ഇനി വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇത് ഏറ്റുപറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ വിശ്വാസം ഏറ്റുപറയാൻ പറ്റില്ല, പ്രത്യാശ ഏറ്റുപറയാൻ പറ്റില്ല, നമ്മുടെ സ്നേഹം ഏറ്റുപറയാൻ പറ്റില്ല. അതുകൊണ്ട് നിരന്തരമായ ഇന്നത്തെ സുവിശേഷം നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ തരും. എന്തിനാണ്? നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും നമ്മുടെ സ്നേഹവും ഏറ്റുപറയുന്നതിൽ നമുക്ക് സഹായം വേണം. നമ്മുടെ മാനുഷികമായ കഴിവ് കൊണ്ട് ഇത് അസാധ്യമായതുകൊണ്ടാണ് ഇവയെ ദൈവീക പുണ്യങ്ങൾ എന്ന് പോലും വിളിക്കുന്നുണ്ട്. ദൈവീക പുണ്യങ്ങൾ എന്നാണ് പറയുന്നത്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സഹായം കൂടി ഉണ്ടെങ്കിൽ ഈ പുണ്യങ്ങൾ ഏറ്റുപറയാൻ, ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിരന്തരമായിട്ട് ഒരു ക്രിസ്തീയ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ, പൂർണ്ണമായ ഫലം ചൂടുന്ന അനുഭവം പ്രാപിക്കാൻ നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ സ്നേഹം നിരന്തരം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഏറ്റുപറയേണ്ടതുണ്ട്. ഈ ബലിയിലൂടെ ആ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. ആമേൻ. ദിവസം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഏക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്ന സമയമാണ്. ഈ സമയത്ത് സുവിശേഷത്തിന് വേണ്ടി നൽകാനുള്ളത് സന്തോഷത്തോടെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. സർവശക്തനായ പിതാവും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഒരു നിമിഷം മൗനമായി ദൈവസന്നിധി നമ്മുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനാ വിഷയങ്ങളെ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശ്വാസം ഏറ്റുപറയുന്നതിൽ യേശു മാത്രമാണ് ഏക സത്യ ദൈവമെന്ന് ഈ വിശ്വാസം ഏറ്റുപറയാൻ സഭാമക്കളായ നമുക്ക് പരിശുദ്ധാത്മാവ് ധൈര്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളൊക്കെ സമർപ്പിക്കാം. കുടുംബത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ളവർ, രോഗികളായി കഴിയുന്നവർ, മാനസികമായി വേദന അനുഭവിക്കുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവർ, ഭാവി ജീവിതത്തെക്കുറിച്ച് ആകുലരായിരിക്കുന്നവർ, ജോലിയില്ലാത്തവർ, വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്തവർ, ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, കുടുംബമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അസ്വസ്ഥതകൾ, സാമ്പത്തിക മേഖലയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ എല്ലാം ഈ ബലിയുടെ യോഗ്യതയാൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
ഈ ഭവനത്തോട് ചേർന്നുള്ള വൃദ്ധസദനത്തെ സമർപ്പിക്കാം. ആ ഭവനത്തിലായിരിക്കുന്ന എല്ലാ പ്രായമായ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്നവർ, അവർക്ക് ഓരോ ദിവസവും ഭക്ഷണം കൊണ്ടുവരുന്നവർ, ഉള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നവർ, പ്രാർത്ഥന കൊണ്ടും മറ്റു ശുശ്രൂഷകൾ കൊണ്ടും ആ ഭവനത്തെ നിരന്തരമായി സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കാരിസ്മാനോട് ചേർന്ന് ശുശ്രൂഷകൾ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനങ്ങൾക്ക് ഇവിടെ വന്ന് താമസിച്ച് ശുശ്രൂഷകൾ കൊണ്ട് സഹായിക്കുന്നവർ, യുവജനങ്ങളായിട്ടുള്ളവർ എല്ലാവരെയും പ്രത്യേകം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടേതായ സ്വകാര്യ ദുഃഖങ്ങളെ, വേദനകളെ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിനെ, ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ സമർപ്പിക്കാം. നമ്മളെ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ഉറപ്പിക്കണമേ എന്നും അവ ഏറ്റുപറയുന്നതിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ തീഷ്ണതയുള്ളവരാക്കി നമ്മളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന യാചിച്ചിട്ടുള്ളവരെ, പ്രാർത്ഥന ആവശ്യമുള്ളവരെ, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവരെ അൽത്താരയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. കന്യു സ്നേഹപിതാവേ, നീറുമെൻ മാനസമോടെ അർപ്പിക്കും ജീവിത താനമിതാ. കന്യു സ്നേഹപിതാവേ, നീറുമെൻ മാനസമോടെ അർപ്പിക്കും ജീവിത താനമിതാ. കനിയു സ്നേഹപിതാവേ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായും അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ബലിവസ്തുക്കളുടെ സമർപ്പണത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. അങ്ങനെ അങ്ങേ മഹാമനസ്കതയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹാകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി ഭവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവ് എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങ് ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് തന്നെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുകയും അങ്ങേ സന്നിധിയിൽ നിരന്തരമായ മാധ്യസ്ഥത്താൽ ഞങ്ങളെ പരിരക്ഷിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ബലിയർപ്പിക്കപ്പെട്ടു എങ്കിലും മരിക്കുന്നില്ല, വധിക്കപ്പെട്ടുവെങ്കിലും അവിടുന്ന് എന്നും ജീവിക്കുന്നു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂലോകത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശക്തികന്മാരും മാലാഖ വൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾക്ക് കർത്താവാം ദൈവം പരിശുദ്ധൻ.
കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞഗണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ 14 പാപ്പയോടും രൂപത അധ്യക്ഷന്മാരായ സെബാസ്റ്റ്യൻ മെത്രാനോടും ജസ്റ്റിൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരസ്പരം സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത ഈശോ. ഈ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശു ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദിവ്യകാരുണ്യം വിണ്ണിൻ സമ്മാനം, ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം, ദിവ്യകാരുണ്യം വിണ്ണിൻ സമ്മാനം, ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം, മനുജനായി സ്വന്ത ദേഹം മുറിച്ചേകും മനസ്സിനെ ദീപമായി പകർന്നിടും മരുഭൂമിയിൽ നിന്നും മറ്റുലമേഘത്തമരേകും ദിവ്യകാരുണ്യം വിണ്ണിൻ
മണ്ണിൻ സായുജ്യം മനുജനായി സ്വന്ത ദേഹം വാഴ്ത്തി മുറിച്ചേകും മനസ്സിലെ ദീപമായി പകർന്നിടും മരുഭൂമിയിൽ മറ്റുള്ളവർക്ക് തണലേകും ദിവ്യകാരുണ്യം വിണ്ണിൻ സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്താൽ അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് പുനരാനയിക്കുന്നുവല്ലോ. പെസഹ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ വർദ്ധമാനമാക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷാകരമായ ഭോജ്യത്തിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നമുക്കിന്ന് ഈ ഭവനത്തിൽ ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം ആരംഭിച്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തീരുന്ന രീതിയിൽ ഒത്തിരി അവധിക്കാലം ഒത്തിരി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തടസ്സമൊന്നും കൂടാതെ വചനം കേൾക്കാനും ധ്യാനത്തിൽ പങ്കെടുക്കാനും അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വരുന്ന ഞായറാഴ്ച നമുക്ക് ഈ ഭവനത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ധ്യാനമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ യുവജനങ്ങളായിട്ടുള്ളവരെ പ്രത്യേകിച്ച് ആ ധ്യാനത്തിന് പറഞ്ഞുവിടാനായിട്ട് പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാരിസ്മയിലും പുറത്തുമായിട്ട് ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷയുടെ എല്ലാ വിജയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കരിസ്ഭവന്റെ രാജ്ഞിയായ പരിശുദ്ധ വ്യാകുല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സാലസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ.
തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി